ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെ? ആദ്യം നമ്മൾ ആലപ്പുഴയിലെ തിരോധാന കേസുകളുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്കാണ്. കേസുകളിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായുള്ള വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെ വീടും സ്ഥലവും വിറ്റു നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റിട്ടയേർഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ആണ് ന്യൂസ് 18നോട് പറഞ്ഞത്. കാണാതായ ഐഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് ഈ എലിസബത്ത്. റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഈ അധ്യാപികയുടെ പ്രതികരണം. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യനെ കാണാറുണ്ട് എന്നും JCB ഉപയോഗിച്ച് പുരയിടം കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും എലിസബത്ത് ജേക്കബ് ന്യൂസ് 18നോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ, അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവുകയും ചെയ്ത് അയാൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ സമീപിച്ചതാണ് സ്ഥലം പിന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. റോഡ് സൈഡിൽ ഇതിന് പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് സേനയില്ലേ, അതുകൊണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും വരെയും നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരുന്നുകൊണ്ട് അയാൾ ഉടായിപ്പാണെന്നുള്ളത് നമ്മുടെ സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് വസ്തു വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കും. ആവശ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. രാത്രി കാലങ്ങളിലും വരും. ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ട്. ഇയാളെ നേരത്തെ സെബാസ്റ്റ്യനെ നേരത്തെ കണ്ടിട്ട് സെബാസ്റ്റ്യനെ ഞാൻ ഇവിടെ വന്ന് സ്ഥലം ചോദിക്കുന്നതിന് ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സെബാസ്റ്റ്യനെ കാണുന്നത് അയാൾ അവരുടെ വീടിൻ്റെ അരപ്രൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അരപ്രൈസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അവരുടെ പുരയിടത്തിൽ പിന്നെ വേരൊക്കെ തെങ്ങിൻ്റെയും മരത്തിൻ്റെയൊക്കെ വേര് മാന്തിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് നോക്കാൻ പോയതാണ് അയൽവാസി എന്ന നിലയിൽ. അന്നേരം അയാൾ ചോദിച്ചു എന്നോട് എന്താ നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇത് അതൊന്നും എന്താണ് ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അത് ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് വരാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് വേറെ ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ പോരുകയും ചെയ്തു. അങ്ങനെയാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്, വസ്തു ചോദിച്ചു വന്നപ്പോൾ ചോദിച്ചു പേരെന്താണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്, പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു. അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇയാളെ ശരിയല്ല, അടുപ്പിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അതായത് ഇത്തരത്തിൽ പല ആളുകളെയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ. ടീച്ചർ ആകെ കണ്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം അവിടെ ആ വീടിന്റെ മുന്നിൽ അരപ്രൈസിൽ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ടീച്ചറുടെ അടുത്തേക്ക് ആ ഒരു സംഭാഷണത്തിന് ശേഷം പിന്നീട് ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നത് ഇവിടുത്തെ സ്ഥലം മാറി, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്ത് പുതിയ വീട് സ്ഥലവും വാങ്ങിത്തരാം, ഇത് വിൽപ്പന നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറെ സമീപിക്കുമായിരുന്നു. ടീച്ചറും അന്ന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇയാളുടെ നീക്കങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഓരോ അനുഭവങ്ങളും. ചേർത്തല ശാസ്താംകവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ തന്നെയാണ് ചേരുന്നത്. ശരണ്യ, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ നമ്മൾ തുടക്കം മുതൽ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കഴിയുന്നത്ര ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ആളുകളുമായി ബന്ധം പുലർത്താത്ത സ്ത്രീകളെയൊക്കെ ആണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായി ഇടപെടുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ അത് പുറത്ത് അറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യില്ല എന്നൊരു സാഹചര്യം ആണ് സെബാസ്റ്റ്യന് കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന സൂചനയൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ശരണ്യ തന്നെ റോസമ്മയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിട്ടയേർഡ് അധ്യാപികയുടെ പ്രതികരണം വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ശരണ്യ?
അഭിലാഷ്, വളരെ നിർണായകമായിരുന്നു ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മ എന്ന വ്യക്തിയുടെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. നമുക്കറിയാം, ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കണക്ട് ചെയ്യാതെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് റോസമ്മ എന്ന വ്യക്തി, അതായത് ഐഷയുടെ അയൽവാസിയായ അടുത്ത സുഹൃത്തും ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനെ വിവാഹം കഴിക്കാൻ തക്ക അടുപ്പം സെബാസ്റ്റ്യനുമായി വിവാഹം വരെ എത്തി നിൽക്കുന്ന അത്ര അടുപ്പം സെബാസ്റ്റ്യനുമായി ഉണ്ടാവുകയും ചെയ്തിരുന്ന റോസമ്മ ന്യൂസ് 18 മുന്നിലേക്ക് വരുന്നത് നിർണായകമായ വെളിപ്പെടുത്തലായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. അതായത് സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സെബാസ്റ്റ്യന്റെ ഐഷയുടെ വീടിന്റെ പുരയിടം അത് രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത്. പല തവണ ഐഷ തന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, മിസ്സിംഗ് ആയതിനു ശേഷം വിളിച്ചിരുന്നു. വിളിച്ച ഘട്ടത്തിലൊക്കെ തന്നെയും ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മിണ്ടാതിരുന്നു എന്നുള്ള വിവരവും ഒക്കെ വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സംശയാസ്പദമായി റോസമ്മ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് താൻ നാട്ടിലേക്ക് പോയ ദിവസം ഒരു ദിവസം മുഴുവൻ ഐഷയും സെബാസ്റ്റ്യനും തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്റെ പുരയിടം, അതായത് പുതുതായി വാങ്ങിയ പുരയിടം JCB ഉപയോഗിച്ച് കിളച്ചിരുന്നു എന്നുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. താൻ പറഞ്ഞിട്ടല്ല അത് ചെയ്തത്, ചോദിച്ചപ്പോൾ ആരെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ വരുവാണെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നുള്ള വ്യക്തമാക്കി. അന്നത്തെ ദിവസം തന്നെ ഐഷയും സെബാസ്റ്റ്യനും നമ്മൾ ഇടപെടൽ ഇവർക്ക്, കാരണം ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനായി ഇരുന്ന ആളുകളാണ്. അതൃപ്തി ഇവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും വർഷങ്ങൾക്കിപ്പുറവും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഐഷയുടെയും റോസമ്മയുടെയും തൊട്ട അയൽവാസിയായ ഐഷയുടെ വീടിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ കണ്ട റിട്ടയർഡ് അധ്യാപികയായ എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് സെയിം മോഡസ് ആണ്, മറ്റ് കേസുകളോട് അതേ രീതിയിൽ തന്നെയാണ് സെബാസ്റ്റ്യൻ ഇവിടെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ടീച്ചറിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയതാണ്, അദ്ദേഹവും സർക്കാർ ജീവനക്കാരനായിരുന്നു. ടീച്ചർ ആ ഘട്ടത്തിൽ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. റിട്ടയർഡ് അധ്യാപികയായ ടീച്ചറെയാണ് ഈ 2012 കാലയളവിൽ സെബാസ്റ്റ്യൻ സമീപിക്കുന്നത്. ടീച്ചർ പറഞ്ഞത്, ആദ്യമായി സെബാസ്റ്റ്യനെ കാണുന്നത് ഈ റോസമ്മയുടെ വീടിന്റെ മുന്നിൽ കൂടിയുള്ള വഴിയിലൂടെ നേരെ കാണുമ്പോൾ അവിടെ ആ റോസമ്മയുടെ വീട്ടിൽ നിന്നാൽ തന്നെ ടീച്ചറുടെ വീട് നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടിപ്പുറത്താണ് പുതിയതായി ഐഷ വാങ്ങി, അതായത് ഐഷ സ്ഥലം എഴുതുന്നതിന് മുമ്പ് തന്നെ ഐഷയുടെ ബന്ധുവിന്റെ സ്ഥലമായതുകൊണ്ട് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും വീടിന്റെ നടുക്കായാണ് ഈ നമ്മളോട് ഇപ്പൊ സംസാരിച്ച എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക താമസിക്കുന്നത്. ആ അധ്യാപികയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ടീച്ചറും അവിടെ അന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഈ ടീച്ചർ അസ്വാഭാവികമായി, അതായത് ഈ റോസമ്മയുടെ പുരയിടത്തിൽ അസ്വാഭാവികമായി കുഴിയെടുത്ത് JCB ഉപയോഗിച്ച് കുഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ടീച്ചർ അവിടെ ചെന്ന് ചോദിക്കുന്നത്, ഇത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ വീടിന്റെ അരപ്രൈസിൽ സെബാസ്റ്റ്യൻ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയത്. മാത്രമല്ല സെബാസ്റ്റ്യൻ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ടീച്ചർ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ JCB ഉപയോഗിച്ച് മരത്തിന്റെ കുറ്റികൾ പിഴിയുകയാണ് എന്നുള്ള മറുപടിയാണ് അയാൾ നൽകിയതെന്നാണ്. പക്ഷേ ടീച്ചർ പറഞ്ഞത് ഒരു അസ്വാഭാവികമായ ഒരു രീതിയിലാണ് അത് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുകയാണ്. അതായത് ടീച്ചർ പറഞ്ഞത് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഇയാൾ ടീച്ചർ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ അതിനകത്ത് ടീച്ചർക്ക് ഒരു അതൃപ്തി തോന്നി ടീച്ചർ മടങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുന്ന ഇയാൾ വ്യക്തമാക്കുന്നത് ടീച്ചർക്ക് പുതിയൊരു ഓഫർ ഇയാൾ വെക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ടീച്ചറെ കുറിച്ച് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് മരിച്ചുപോയി, ടീച്ചർക്കും അത്തരത്തിലുള്ള വരുമാനങ്ങളും ഒക്കെയുള്ള ആളാണ്, രണ്ടുപേരും റിട്ടയർഡ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള ഒരു അധ്യാപിക കൂടിയാണ്. അവരുടെ വീട്ടിലേക്കാണ് സെബാസ്റ്റ്യൻ ചെന്നിട്ടാണ് പറയുന്നത്, ടീച്ചറിനോട് പറയുന്നത്, ടീച്ചർ എന്തിനാണ് ഇവിടെ വഴി പ്രശ്നമൊക്കെ ഉള്ള സ്ഥലത്ത്, കാരണം ഈ റോസമ്മയുടെ ഒക്കെ പുരയിടം കഴിഞ്ഞു വേണം ഇങ്ങോട്ട് വരാൻ, അപ്പൊ ആ പ്രശ്നമുള്ള ടീച്ചർ ഇത്ര അസൗകര്യത്തിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ, ടീച്ചർക്ക് ഞാനൊരു പുതിയ സ്ഥലം വാങ്ങി നൽകാം, ഈ പുരയിടം എടുത്തിട്ട് മറ്റൊരു പുതിയ സ്ഥലം ടീച്ചർക്കായി വാങ്ങി നൽകാം. സെയിം റോസമ്മയെ സമീപിച്ചത് അങ്ങനെ തന്നെയാണ്. ബിന്ദു പത്മനാഭനെ ഈ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ് ബിന്ദുവിന്റെയും വിശ്വസ്തനായി ഇയാൾ മാറുന്നത്. അതേ മോഡസിൽ തന്നെയാണ് ഈ അധ്യാപക